ശ്രീ എം ജയേന്ദ്രൻ, തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ LDFന്റെ യോഗം ആദ്യം ചേർന്നത് മെയ് 7-നാണ്. പിന്നീട് 101 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 17-നാണ് LDFന്റെ യോഗം ചേരുന്നത്. അപ്പോൾ ഇത്രയും കാലതാമസം, സർക്കാരുമായി ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉന്നയിക്കുന്നു, ഒരുമിച്ചൊരു സമരത്തിലേക്ക് നീങ്ങാത്ത സാഹചര്യം, ഇത് ഒരു 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 വല്ലാത്ത സാഹചര്യമാണ്, ഒരു ഗുരുതരമായ സാഹചര്യമാണെന്ന് വിലയിരുത്തേണ്ടി വരില്ലേ? അല്ല, ഇത് ആ സാഹചര്യത്തിന്റെ ഗൗരവതരമായ വശങ്ങളൊക്കെ നേരത്തെ സ്മൃതി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ഇരു പാർട്ടികളുടെയും നേതാക്കൾ തമ്മിൽ തന്നെ. അപ്പൊ താങ്കൾ ഈ പറഞ്ഞ കഴിഞ്ഞ 17-ാമത്തെ LDF യോഗത്തിന്റെ കാര്യം തന്നെ, ആ LDF യോഗത്തില് CPI ബോധപൂർവമാണ് ഈ പ്രശ്നം, ഈ ഡെപ്യൂട്ടി പ്രതിപക്ഷ ഉപനേതൃ പദവി എന്ന ആവശ്യം ഉന്നയിക്കാതിരുന്നത് ബോധപൂർവമാണ്. അവർ ഉന്നയിക്കാതിരുന്നത് CPI. എന്താ കാരണം? അവർ തന്നെ CPM-ഉമായിട്ട് പരസ്പര ധാരണയിലും മറ്റ് കക്ഷികളുമായിട്ടും LDFിലെ മറ്റ് കക്ഷികളുമായും ധാരണയിലെത്തിയിരുന്നു. ഈ ഒരു തർക്കം പറഞ്ഞ് LDFിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല, നമുക്കിപ്പോ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒറ്റക്കെട്ടായ യോജിച്ച പ്രക്ഷോഭമാണ് ആവശ്യം, അതുകൊണ്ട് ഈ LDF യോഗത്തിൽ CPI ഉന്നയിക്കുന്നില്ല എന്ന് അവർ തന്നെ നിലപാടെടുക്കുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ LDFിൽ ആ വിഷയം ഉന്നയിച്ചില്ല. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം, വ്യക്തതയൊക്കെ എല്ലാ പാർട്ടികൾക്കും ഉണ്ടെന്നേ. ഇപ്പോ ഞാൻ മനസ്സിലാക്കിയ കാര്യം മാത്രമാണ്, ഈ തർക്ക വിഷയമായിട്ട് നിൽക്കുന്നതാണല്ലോ പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ള പദവി. ആ തർക്കം അവിടെ നിൽക്കുമ്പോൾ CPM നേരത്തെ സെക്രട്ടേറിയറ്റ് അങ്ങനെ തീരുമാനം എടുത്തിരുന്നു, അതുകൊണ്ടാണ് പിണറായി അങ്ങനെ പറഞ്ഞതെന്ന് ഇന്നും LDF കൺവീനർ ശ്രീ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതിന്റെ കൂടെ വെളിച്ചത്തിൽ ഇനി ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച വരുമ്പോൾ ഒരുപക്ഷെ 11-ാം തീയതി 12-ാം തീയതി ഒക്കെ ആയിട്ടായിരിക്കും ചർച്ച പുരോഗമിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്ക് പിന്നെന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? CPI പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് ഈ ഒരു പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ള പദവിയേക്കാൾ ഉപരിയായി അവർക്ക് LDFിൽ കൂടുതൽ സ്പേസ് ആണ് ആവശ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ പറയുന്നത്. LDFിൽ കൂടുതൽ സ്പേസ് CPI ആവശ്യപ്പെടുന്നു. അത് കാലഘട്ടത്തിൽ ഈ സാഹചര്യം മാറിയിരിക്കുന്നു. മാറിയ സാഹചര്യത്തിൽ മാറിയ നിലപാടും നടപടികളും ഉണ്ടാവണം. അത് LDFിൽ കൂടുതൽ സ്പേസ് CPI എന്ന രാഷ്ട്രീയ കക്ഷി കിട്ടണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. അവർ നേരെ തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യമൊക്കെ. അപ്പൊ അതിൽ എന്തൊക്കെയാണ്? ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഓപ്ഷൻ അവർ മുമ്പോട്ട് വെക്കുന്നുണ്ടോ? അത്ര ഒരു അന്വേഷണം വന്നിട്ടുണ്ട് മറുഭാഗത്തു നിന്ന്, CPM-ന്റെ ഭാഗത്തു നിന്ന്. അപ്പൊ അതിനെ സംബന്ധിച്ച് അവർ വ്യക്തമായ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ പരസ്പര വ്യക്തത ഇരു കക്ഷികളും തമ്മിൽ മുന്നണി കൺവീനറുടെ താല്പര്യത്തോടുകൂടി നടക്കുന്ന ചർച്ചകളിൽ ഇനി ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസമോ കഴിഞ്ഞ് നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, LDF കൺവീനർ കൂടാതെ ഒരു ജോയിന്റ് കൺവീനർ കൂടെ ആയാൽ അത് മതിയാകുമോ? അതല്ല ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഡെപ്യൂട്ടി LOP ആണോ? അതുകൊണ്ട് അത് താല്പര്യപ്പെടുമോ? അതല്ല ഇപ്പോ കാസ്ട്രോ പറഞ്ഞതുപോലെ അത് മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് അത് തന്നെയാണ് ആവശ്യം എന്ന നിലപാടാണ് സ്വീകരിക്കുക? ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയും ചർച്ചയ്ക്ക് വരാൻ പോവുകയാണെന്ന്. അതല്ലാതെ അത് അടഞ്ഞ അധ്യായമേ അല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മറ്റൊന്നുള്ള സ്മൃതി, ഇതിൻ്റെ അകത്ത് ഈ ഭരണപരവും സംഘടനാപരവും രാഷ്ട്രീയവുമായ വീഴ്ചകൾ ഭരണം നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് CPM ആ കേന്ദ്ര കമ്മിറ്റി രേഖയിൽ കണ്ടിട്ടുള്ളത്. അവർ അത് പറയുന്നത് ഈ രാഷ്ട്രീയം മുൻനിർത്താതെ വികസനത്തിലും ക്ഷേമത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ പ്രചാരണം ഫലപ്രദമായില്ല, ഒരു കാര്യം. അടുത്തത്, വികസന ക്ഷേമ നയങ്ങളെ നവ ഉദാരവൽക്കരണ കോർപ്പറേറ്റ് വർഗീയ നയങ്ങൾക്കെതിരായ രാഷ്ട്രീയ പ്രചാരണവുമായി കണ്ണു ചേർക്കാൻ കഴിഞ്ഞിട്ടുമില്ല, അങ്ങനെ സംയോജിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം പല കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അതല്ലാതെ ഈ പിണറായി വിജയന്റെ ധാർഷ്ട്യം മൂലം മൊത്തം തോറ്റുപോയി എന്നുള്ള നിഗമനത്തിനല്ല ആ പാർട്ടിയും എത്തുന്നത്, CPI അങ്ങനെയല്ല എത്തുന്നത്. ചില നേതാക്കൾ, ഇപ്പൊ ശ്രീധുവാനെ പോലെ ചില നേതാക്കൾ അങ്ങനെ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോ പിണറായി വിജയൻ പറഞ്ഞത് അപക്വമായ പരാമർശമാണ് എന്ന് ബിനോയ് വിശ്വം പറയുന്നത്, അത് ആ നിലയ്ക്ക് തന്നെ കാണണം. ഒരു പാർട്ടി സെക്രട്ടറി CPI പോലെ രണ്ടാമത്തെ വലിയ കക്ഷി പറഞ്ഞതാണ്, അത് ആ നിലയിൽ തന്നെ ഗൗരവമായിട്ട് കാണണം. പക്ഷെ അതല്ലാതെ അദ്ദേഹം പറഞ്ഞ ബിനോയ് വിശ്വം പറഞ്ഞ ആ ടോണിലല്ലല്ലോ അദ്ദേഹം ശ്രീദിവാകരൻ പറയുന്നത്. അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ആശയങ്ങളും ഒക്കെ ഓരോരുത്തർക്കും ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ബേബി കാസ്ട്രോയെ തിരുത്തുമൊന്നുമല്ല, ഒരു ചട്ട സന്ദർഭം ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ.
എസ് ഐ ഡാങ്ക അടക്കമുള്ളവരുടെ EMSന്റെയും ഒക്കെ VSന്റെയും പിണറായിയുടെ ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചല്ലോ. അതിലൊന്നും ആശയപരമോ രാഷ്ട്രീയവുമായ തർക്കങ്ങളുടെ പേരിലല്ല ഇപ്പോഴത്തെ കാര്യം. അതൊക്കെ അന്നൊക്കെ അതായിരുന്നു. ആശയപരവും രാഷ്ട്രീയവുമായ പ്രത്യയശാസ്ത്രപരമായ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ചർച്ച ചെയ്യാനായിട്ട്. ഇതിപ്പോ ആശയപരമോ രാഷ്ട്രീയപരമോ പ്രത്യയശാസ്ത്രപരമോ ആയ കാര്യങ്ങളല്ല, പക്ഷെ LDFന്റെ ഘടനാപരമായ ചില പ്രശ്നങ്ങൾ. ആ ഘടനാപരമായ പ്രശ്നത്തിൽ എന്താണ് സ്പേസ്, ഞാൻ പറഞ്ഞു ആ സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അതിൽ പിന്നെ ഞങ്ങൾക്കൂടെ കൂടുതൽ സ്പേസ് വേണം എന്ന് പറയാൻ ഒരു കക്ഷിക്ക് അവകാശമുണ്ട്. അത് അവരുടെ ജനാധിപത്യപര അവകാശമാണ് ഉപയോഗിച്ചത്. അതിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം, പരസ്പരം ഇൻക്ലൂസീവ് ആവാം, അത് തന്നെയാണ് CPM-ഉം CPI-യും ആലോചിക്കുന്നത്. അല്ലാതെ ശ്രീ ജോർജ് പൊടിപാറ തെറ്റായി വ്യാഖ്യാനിച്ചതുപോലെ പിണറായി വിജയൻ മുൻകൈ എടുക്കുന്നു എന്നല്ല സാർ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനും അങ്ങനെ ഒരു ചർച്ചയിൽ താല്പര്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്ന് നമുക്ക് പുറമേക്കൊന്നും നമുക്കറിയില്ല. രഹസ്യമായി അങ്ങനെ ഒരു താല്പര്യം വെക്കുന്നുണ്ടെന്നല്ല. പുറത്തേക്ക് നടത്തിയ പ്രതികരണം അങ്ങനെയല്ലല്ലോ. നടത്തിയ പ്രതികരണം അങ്ങനെയല്ലല്ലോ. മറിച്ച് കാര്യങ്ങൾ വഷളാക്കിയത് പിണറായി വിജയന്റെ പ്രതികരണമാണ് എന്നുള്ളതാണ്. വേഗം പറഞ്ഞോളൂ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ LDF-നകത്ത് നമുക്ക് പുറത്തേക്കുള്ള പ്രതികരണമാണ് മനസ്സിലാവുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങേക്ക് അറിയാമായിരിക്കാം. ശരി, വേഗം പറഞ്ഞോളൂ. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഈ LDF-നകത്ത് CPI ഇത് ഉന്നയിച്ചില്ല LDF-നകത്ത് CPI ഉന്നയിച്ചില്ല എന്നൊരു പൊതു ചർച്ച നടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം CPM-ഉം CPI-യും തമ്മിൽ ഉഭയകക്ഷി സംഭാഷണം പുരോഗമിക്കുകയാണ് എന്നുള്ളത് കൊണ്ടും മുന്നണിക്കകത്ത് വെച്ച് ഇത് കൊണ്ടുവന്ന് ചർച്ച ചെയ്യേണ്ട, മറ്റും നമ്മൾക്കിടയിൽ തീർക്കാം എന്നുള്ള ധാരണ CPM-ഉം CPI-യും തമ്മിലുള്ളത് കൊണ്ടാണ് മെയ് 7 തന്നെ ഉഭയകക്ഷി സംഭാഷണത്തിൽ അറിയിക്കുകയും കത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് CPI CPM-ന്. അല്ലാതെ LDF-ൽ ഞങ്ങൾ ഉന്നയിക്കാതിരുന്നതല്ല, അതൊരു മര്യാദയുടെ പേരിൽ ഞങ്ങൾ ചെയ്തതാണ്. അത് തിരിച്ചറിയേണ്ടതായിട്ട്. പിന്നെ കേന്ദ്ര കമ്മിറ്റി തിരുത്തലുകൾ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.